നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. താങ്ക്സ് അച്ഛാ. രാധമേ, ഇതെന്റെ ഒരു രീതിയാ. ഇനി എന്റെ അച്ഛനും അമ്മയും എന്നോട് കാശ് ചോദിച്ചാൽ പോലും ഞാൻ തെളിവിന് മുദ്രപത്രത്തിൽ ഒപ്പിടിപ്പിക്കും. സമയത്തിനും പണം കൃത്യമായി എത്തിച്ച നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെയാണ് ഒരു ഒപ്പ്. അതിങ്ങതാ. അതെ, എനിക്ക് എപ്പോഴാണെന്ന് പറ്റില്ല. അതിന് നിന്റെ ഒപ്പം ആരെ ചോദിച്ചേ? എന്നാ ഞാൻ നാളെ കാണും. ചായ കുടിച്ചിട്ടിരിക്കാം. സിസ്റ്റർ, ഓപ്പറേഷൻ തിയേറ്റർ എവിടെയല്ല? അവിടെയാ. ഞാൻ ചോദിച്ചപ്പോ ബില്ല് ആരോ അടച്ചു, ഓപ്പറേഷൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ആരാ ശ്രീ ബില്ലടച്ചത്? രമ്യയുടെ അമ്മ കൃത്യസമയത്ത് കാശുമായിട്ട് വന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു. ഐശ്വര്യ സേഫാ. ഇനി ടെൻഷനൊന്നും വേണ്ട. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. അംബിക മാഡം കാണുന്നതിന് മുമ്പ് മാഡം ബാഗിലുള്ള ഗോൾഡ് കൊണ്ട് ഈ റൂമിൽ വെക്കുക. അമ്മായി കണ്ടാലെന്താ? നമുക്ക് അച്ഛനോട് നടന്നത് പറഞ്ഞ പ്രശ്നം തീരില്ലേ? എന്തായാലും ഐഷു സേഫ് ആണല്ലോ. ഞാനങ്ങ് പേടിച്ചുപോയി. ഞാനും പേടിച്ചുപോയി മാഡം. പാവ ഐഷു. വീട്ടിലുള്ളവരുടെയും വിഷമം കണ്ടപ്പോ കുറച്ചു നേരത്തേക്ക് ഞാനും അങ്ങ് വല്ലാതായിപ്പോയി. രാജുനിപ്പൊ മനസ്സിലായില്ലേ? വേണ്ട സമയത്ത് ദൈവം കൃത്യമായും സഹായത്തിന് ആളെ അയക്കും. ശരിയാ. വാ മാഡം. ആ രാജു, ദീപക് രാജുവിനെ അച്ഛന്റെ മുറിയിലേക്ക് കയറാൻ സമ്മതിക്കാതെ തടഞ്ഞ കാര്യം ഞാൻ എന്തായാലും അച്ഛനോട് പറയും. അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം അവന് ഞാൻ മേടിച്ചു കൊടുക്കും. അതൊന്നും വേണ്ട രതിക മാഡം. വർമ്മ സാറിന് വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. എത്ര തല്ല് മേടിച്ചാലും ദീപക് നന്നാവൂന്ന് എനിക്ക് തോന്നില്ല. എന്തിനാ വെറുതെ ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം? മാഡം റൂമിലേക്ക് ചെല്ല. ശരി രാജു. ഏട്ടാ, വെള്ളം. രാജു, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? വല്ല പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഋതിക മാഡം നന്നായിട്ട് എഴുതിയിട്ടുണ്ട് വർമ്മ സാറേ. അതെ, എക്സാം കഴിഞ്ഞ് നല്ല ആത്മവിശ്വാസത്തോടുകൂടിയാ ഋതു വീട്ടിലേക്ക് വന്നത്. ഫുൾ മാർക്ക് കിട്ടുന്ന പറഞ്ഞേ. ഫുൾ മാർക്കൊന്നും കിട്ടിയില്ലെങ്കിലും എക്സാമിൽ തോറ്റ് വീണ്ടും എന്റെ മാനം കളയുന്ന നന്നായിരുന്നു. പരമേശ്വരൻ അവൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണമെന്ന വാശിയിലാണെന്ന് തോന്നുന്നു. ഋതുമോളെ എക്സാമിന് ജയിക്കാൻ ക്ഷേത്രത്തിൽ പോയി ഞാൻ പ്രത്യേക വഴിപാടുകളും നടത്തിയിരുന്നു പ്രതാപ. അമ്മായി പൂജ നടത്തിയതിന്റെ ഐശ്വര്യമാണെന്ന് തോന്നുന്നു. ഞാൻ എക്സാമിന് ഒരു ചോദ്യം പോലും മിസ്സാവാതെ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതിയെന്ന് എന്നോട് അവള് പറയുകയും ചെയ്തു.
ദേ ഋതുമോള് വന്നല്ലോ. താങ്ക് യു അച്ഛ. ഇത്തവണ ഞാൻ എക്സാം നന്നായിട്ട് എഴുതി. അച്ഛന്റെ പേന എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് നൽകി. വളരെ ഹാപ്പി ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെയാ ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയത്. അച്ഛന്റെ അനുഗ്രഹം എന്റെ കൂടെ ഉള്ളതുപോലെ ഒരു ഫീലായിരുന്നു. താങ്ക്സ് അച്ഛാ. ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോ തന്നെ അവൻ ഫോൺ ചെയ്തല്ലോ. ആരാ പ്രതാപ? പരമേശ്വരനാ. ആ പരമേശ്വര പറയൂ. ഓ ആണോ? അങ്ങനെയാട്ടെ, എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ശരി. എന്താ പ്രതാപ, എന്തിനാ പരമേശ്വരൻ വിളിച്ചത്? ശ്രീകല ഒരു ജോത്സ്യനെ പോയി കണ്ടെന്നു. ഇന്നൊരു നല്ല മുഹൂർത്തം ഉണ്ടത്രേ. അല്ല, അവരെന്തിനുള്ള മുഹൂർത്തമാ നോക്കിയത്? അശ്വിന്റെയും ഋതികയുടെയും വിവാഹ ദിവസം തീരുമാനിക്കുന്ന പത്രിക ഇന്ന് എഴുതാമെന്നാ അവര് പറയുന്നേ. പത്രിക കുറിച്ച് അടുത്ത നല്ല ദിവസം തന്നെ വിവാഹം നടത്താമെന്ന്. ഇതൊക്കെ ഇങ്ങനെ സമയത്ത് വിളിച്ചു പറഞ്ഞാ എങ്ങനെയാ? 1-2 ദിവസം മുമ്പെങ്കിലും അറിയിച്ചാലല്ലേ നമുക്ക് ചടങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ പറ്റൂ. ഇതെന്തൊരു മര്യാദയാ? എല്ലാവരുടെ ഇഷ്ടത്തിന് വിടുന്നത് ശരിയാണോ? എന്നായാലും നടക്കാനുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ. വലിയ ഒരുക്കങ്ങളൊന്നും ഇല്ലാതെ ലളിതമായി ചടങ്ങ് നടത്താമെന്നാ അവര് പറയുന്നത്. എന്തോ എനിക്കതിനോട് യോജിപ്പില്ല. അശ്വിൻ അന്നേ പറഞ്ഞതാ അശ്വിന് വലിയ ഈശ്വര വിശ്വാസമൊന്നും ഇല്ലാന്ന്. ഏത് ജോത്സ്യനെയാ ശ്രീകല കണ്ടേന്ന് ആർക്കറിയാം? എന്തിനാ അവരിങ്ങനെ ധൃതി പിടിക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.